നമസ്കാരം പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്നത്തെ പ്രത്യേക ദിനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഫെബ്രുവരി 19, 2026. സമയം രാവിലെ 5:15. എത്ര പേർ ഇന്ന് ദൈവത്തിൽ നിന്ന് അകന്നുപോയതായി തോന്നുന്നു? എത്ര പേർ പാപത്തിൽ വീണു എന്ന കുറ്റബോധം അനുഭവിക്കുന്നു? എത്ര പേർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാൻ യോഗ്യരല്ലെന്ന് തോന്നുന്നു? എത്ര പേർ വളരെ ദൂരം പോയി തിരിച്ചു വരാൻ വൈകിപ്പോയി എന്ന് വിചാരിക്കുന്നു? ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, നീ എത്ര ദൂരം പോയാലും ഞാൻ നിന്നെ തിരികെ സ്വീകരിക്കും. നിന്റെ മടങ്ങിവരവ് ഞാൻ ആഘോഷിക്കും. ലൂക്കോസ് 15:20. അവൻ എഴുന്നേറ്റ് തൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നു. അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ അപ്പൻ അവനെ കണ്ടു, മനസ്സലിഞ്ഞു, ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. നിങ്ങൾ എത്ര ദൂരം പോയാലും ദൈവം കാത്തിരിക്കുന്നു. തിരിച്ചുവരാൻ ഒരിക്കലും വൈകിയിട്ടില്ല. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം തുറന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കൂ. സ്നേഹമയനായ പിതാവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ചിലർ കുറ്റബോധത്തോടെ, ചിലർ ലജ്ജയോടെ, ചിലർ നിരാശയോടെ. ഞങ്ങളിൽ പലരും അങ്ങയിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു, പാപത്തിൽ വീണിരിക്കുന്നു, അങ്ങയെ വിട്ടുപോയിരിക്കുന്നു, സ്വന്തം വഴിയിൽ നടന്നിരിക്കുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങ് ഞങ്ങളെ തിരികെ സ്വീകരിക്കുന്ന പിതാവാണ്. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളുടെ എല്ലാ തെറ്റുകളും മായ്ച്ചു കളയണമേ. ഞങ്ങളെ വീണ്ടും അങ്ങയുടെ മക്കളായി സ്വീകരിക്കണമേ. നഷ്ടപ്പെട്ട മകനെപ്പോലെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിവരുന്നു. ഞങ്ങളെ കെട്ടിപ്പിടിച്ച് ക്ഷമിച്ച് പുതുക്കണമേ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ സ്നേഹം സ്പർശിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ കരുണാമയമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം കാത്തിരിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് അകന്നുപോകുന്നത് എളുപ്പമാണ്, പക്ഷേ തിരിച്ചുവരാൻ ഭയം. നിങ്ങൾ വിചാരിക്കുന്നു, ഞാൻ വളരെ ദൂരം പോയി, ഞാൻ വളരെയധികം പാപം ചെയ്തു, ഞാൻ തിരിച്ചുവരാൻ യോഗ്യനല്ല, ദൈവം എന്നെ സ്വീകരിക്കില്ല, വളരെ വൈകിപ്പോയി. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ കാത്തിരിക്കുന്നു, നീ തിരിച്ചുവരൂ. നിങ്ങൾ ദൈവത്തിൽ നിന്ന് എങ്ങനെ അകന്നുപോയി? പ്രാർത്ഥന നിർത്തി. ആദ്യം ഒരു ദിവസം, പിന്നെ ഒരാഴ്ച, പിന്നെ ഒരു മാസം, പിന്നെ വർഷങ്ങൾ. പ്രാർത്ഥന എന്ന ജീവരേഖ അറ്റുപോയി. ബൈബിൾ വായന നിർത്തി. തിരക്ക്, മടി, താൽപ്പര്യക്കുറവ്. ദൈവവചനം പൊടിപിടിച്ചു. വചനമില്ലാതെ നിങ്ങൾ ദുർബലരായി. പള്ളിയിൽ പോകുന്നത് നിർത്തി. ഒരു ഞായർ, 2 ഞായർ, പിന്നെ പൂർണ്ണമായും. വിശുദ്ധരുടെ കൂട്ടായ്മ വിട്ടു. പാപത്തിൽ വീണു. ചെറിയ തെറ്റുകൾ, പിന്നെ വലിയ പാപങ്ങൾ. മദ്യം, അവിഹിതം, വഞ്ചന, കള്ളം, ദേഷ്യം, കയ്പ്. സ്വന്തം വഴിയിൽ നടന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ പദ്ധതിയല്ല, എൻ്റെ പദ്ധതി. സദൃശ്യവാക്യങ്ങൾ 14:12. ഒരു വഴി മനുഷ്യന് ചൊവ്വെന്ന് തോന്നാം, അതിൻ്റെ അവസാനമോ മരണവഴികൾ. നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? സമാധാനം നഷ്ടപ്പെട്ടു. യെശയ്യാവ് 48:22. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ സമാധാനം പോകുന്നു, ഉത്കണ്ഠ വരുന്നു, അസ്വസ്ഥത നിറയുന്നു, സന്തോഷം നഷ്ടപ്പെട്ടു. സങ്കീർത്തനം 51:12. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. പാപത്തിൽ യഥാർത്ഥ സന്തോഷമില്ല, ഒരു തൽക്കാല ആനന്ദം, പിന്നെ ശൂന്യത. ശക്തി നഷ്ടപ്പെട്ടു. ആത്മീയ ശക്തി, പ്രലോഭനത്തെ നേരിടാനുള്ള ശക്തി, ജീവിക്കാനുള്ള ശക്തി. ദിശാബോധം നഷ്ടപ്പെട്ടു. എവിടേക്കാണ് പോകുന്നത്? എന്താണ് ചെയ്യേണ്ടത്? അറിയില്ല. ഭാവി നഷ്ടപ്പെട്ടു. പ്രതീക്ഷയില്ല, ലക്ഷ്യമില്ല, അർത്ഥമില്ല. എന്നാൽ ദൈവം എന്താണ് ചെയ്യുന്നത്? ദൈവം കാത്തിരിക്കുന്നു. യെശയ്യാവ് 30:18. അതുകൊണ്ട് കർത്താവ് നിങ്ങളോട് കൃപ ചെയ്യുവാൻ കാത്തിരിക്കുന്നു. നിങ്ങൾ എത്ര ദൂരം പോയാലും ദൈവം കാത്തിരിക്കുന്നു. ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. അവൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു, എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്ന്. ദൈവം വിളിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ മുട്ടുന്നു. തിരിച്ചുവരൂ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവം സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ എന്തു ചെയ്താലും, എത്ര പാപം ചെയ്താലും ദൈവം തിരിച്ചുവരുന്നവരെ സ്വീകരിക്കുന്നു. ബൈബിളിൽ തിരിച്ചുവന്നവർ. പത്രോസ് 3 തവണ നിരാകരിച്ചു, തിരിച്ചുവന്നു. പത്രോസ് യേശുവിനെ 3 തവണ നിരാകരിച്ചു, കരഞ്ഞു, ലജ്ജിച്ചു. എന്നാൽ യേശു അവനെ പുനഃസ്ഥാപിച്ചു. യോഹന്നാൻ 21:15-17. ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 തവണ ചോദിച്ചു, 3 തവണ പുനഃസ്ഥാപിച്ചു. പത്രോസ് സഭയുടെ നേതാവായി. ദാവീദ് വ്യഭിചാരം, കൊലപാതകം, തിരിച്ചുവന്നു.
ദാവീദ് ഭയങ്കര പാപം ചെയ്തു, ബത്ഷേബയുമായി വ്യഭിചാരം, ഊരിയാവിനെ കൊലപ്പെടുത്തി. എന്നാൽ അവൻ തിരിച്ചുവന്നു. സങ്കീർത്തനം 51:1-2. ദൈവമേ, നിന്റെ ദയയ്ക്കൊത്തവണ്ണം എന്നോട് കൃപ ചെയ്യണമേ. നിന്റെ മഹാകാരുണ്യത്തിന് തക്കവണ്ണം എന്റെ അതിക്രമങ്ങളെ മായ്ച്ചുകളയണമേ. എന്റെ അകൃത്യം പൂർണ്ണമായി കഴുകി എന്റെ പാപം നീക്കി എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവം അവനെ ക്ഷമിച്ചു, പുനഃസ്ഥാപിച്ചു. പൗലോസ് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചു, തിരിച്ചുവന്നു. പൗലോസ് അഥവാ ശൗൽ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചു, കൊന്നു, തടവിലാക്കി. എന്നാൽ ദമസ്കോസ് വഴിയിൽ യേശുവിനെ കണ്ടു, തിരിച്ചുവന്നു. 1 തിമത്തിയോ 5:15. പാപികളെ രക്ഷിക്കുവാൻ ക്രിസ്തു യേശു ലോകത്തിൽ വന്നു എന്ന വാക്ക് വിശ്വസ്തവും പൂർണ്ണമായി അംഗീകരിക്കുവാൻ യോഗ്യവുമായുള്ളതാണ്. പാപികളിൽ ഞാൻ മുഖ്യനാകുന്നു. പൗലോസ് ഏറ്റവും വലിയ അപ്പോസ്തലനായി. എങ്ങനെ തിരിച്ചുവരാം? നിങ്ങളുടെ അവസ്ഥ തിരിച്ചറിയുക. ആദ്യം തിരിച്ചറിയണം, ഞാൻ അകന്നു, ഞാൻ തെറ്റു ചെയ്തു. നിഷേധിക്കരുത്, ന്യായീകരിക്കരുത്, കുറ്റം മറ്റുള്ളവർക്ക് കൊടുക്കരുത്. തിരിച്ചറിയുക, ഇത് എന്റെ തെറ്റാണ്. തീരുമാനിക്കുക തിരിച്ചുവരാൻ. ആഗ്രഹിക്കുക മാത്രമല്ല, തീരുമാനിക്കുക, ഇനി ഇതുകൊണ്ടു മതി, ഞാൻ തിരിച്ചുപോകുന്നു. യോവേൽ 2:12-13. ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും കൂടെ, ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എന്നിലേക്ക് തിരിഞ്ഞുകൊള്ളുവിൻ എന്നു കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങളുടെ വസ്ത്രമല്ല, ഹൃദയത്തെ തന്നെ കീറിക്കൊള്ളുവിൻ. എഴുന്നേറ്റ് നടക്കുക. വെറും തീരുമാനം മതിയാകില്ല, പ്രവർത്തിക്കണം. എഴുന്നേൽക്കണം, നടക്കണം, തിരിച്ചുപോകണം. പാപം ഉപേക്ഷിക്കുക. തെറ്റായ ബന്ധങ്ങൾ അവസാനിപ്പിക്കുക. തെറ്റായ സ്ഥലങ്ങൾ വിടുക. തിരിച്ചുവരിക. ഏറ്റുപറയുക നിങ്ങളുടെ പാപം. ദൈവത്തോട് സത്യസന്ധമായിരിക്കുക. പാപം ഏറ്റുപറയുക. മറയ്ക്കരുത്, ന്യായീകരിക്കരുത്, സത്യം പറയുക. 1 യോഹന്നാൻ 1:9. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിപ്പാനും സകല അനീതിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിപ്പാനും വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവത്തിന്റെ ക്ഷമ സ്വീകരിക്കുക. ദൈവം നിങ്ങളെ ക്ഷമിക്കുന്നു. അവന്റെ ക്ഷമ സ്വീകരിക്കുക. കുറ്റബോധത്തിൽ തുടരരുത്. സങ്കീർത്തനം 103:12. കിഴക്കു പടിഞ്ഞാറു നിന്ന് എത്ര ദൂരമോ അത്രയ്ക്കും അവൻ നമ്മുടെ അതിക്രമങ്ങളെ നമ്മിൽ നിന്ന് ദൂരമാക്കിയിരിക്കുന്നു. പുതിയ ജീവിതം ജീവിക്കുക. 2 കൊരിന്ത്യർ 5:17. ആകയാൽ ആരെങ്കിലും ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയവ കടന്നുപോയി, ഇതാ എല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു. തിരിച്ചുവരാൻ വൈകിപ്പോയോ? ഒരിക്കലും വൈകിയിട്ടില്ല. നിങ്ങൾ 1 വർഷമോ 10 വർഷമോ 20 വർഷമോ അകലെയായാലും ദൈവം സ്വീകരിക്കും. യെശയ്യാവ് 1:18. വരുവിൻ, നമുക്ക് തമ്മിൽ വ്യവഹരിക്കാം എന്നു കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായാലും ഹിമത്തെപ്പോലെ വെളുക്കും. കടും ചന്ദനം പോലെ ചുവന്നാലും കമ്പിളിയെപ്പോലെ ആയിത്തീരും. നിങ്ങൾ വളരെ ദൂരം പോയോ? നിങ്ങൾ എത്ര ദൂരം പോയാലും എത്ര താഴ്ന്നാലും ദൈവം തിരികെ സ്വീകരിക്കും. യോന കടലിന്റെ ആഴത്തിലായിരുന്നു, മത്സ്യത്തിന്റെ വയറ്റിൽ. ദൈവം അവനെ കേട്ടു, രക്ഷിച്ചു. നിങ്ങൾ വളരെയധികം പാപം ചെയ്തോ? റോമർ 5:20. പാപം വർദ്ധിച്ചുവെങ്കിലും കൃപ അത്യന്തം പെരുകി. നിങ്ങളുടെ പാപം എത്ര വലുതായാലും ദൈവത്തിന്റെ കൃപ വലുതാണ്. നിങ്ങൾ യോഗ്യനല്ലേ? യോഗ്യത ആവശ്യമില്ല, ദൈവത്തിന്റെ കൃപ മതി. എഫേസ്യർ 2:8-9. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങളിൽ നിന്നല്ല, ദൈവത്തിന്റെ ദാനം. ആരും പ്രശംസിക്കാതിരിക്കേണ്ടതിന് അത് പ്രവൃത്തികളാലല്ല. പൗലോസ് ഏറ്റവും വലിയ അപ്പോസ്തലനായി. ഇന്നത്തെ പ്രവചന സന്ദേശം. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ, ഞാൻ കാണുന്നു, നീ എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. നീ പാപത്തിൽ ജീവിക്കുന്നു. നീ എന്നെ ഉപേക്ഷിച്ചു. നീ വിചാരിക്കുന്നു, ഞാൻ വളരെ ദൂരം പോയി, ഞാൻ വളരെയധികം പാപം ചെയ്തു, ഞാൻ തിരിച്ചുവരാൻ യോഗ്യനല്ല, ദൈവം എന്നെ സ്വീകരിക്കില്ല. എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, തിരിച്ചുവരൂ എന്റെ കുഞ്ഞേ, ഞാൻ കാത്തിരിക്കുന്നു. നീ എത്ര ദൂരം പോയാലും ഞാൻ നിന്നെ കാണും. നീ എത്ര പാപം ചെയ്താലും ഞാൻ നിന്നെ ക്ഷമിക്കും.
നീ എത്ര യോഗ്യനല്ലെങ്കിലും ഞാൻ നിന്നെ സ്വീകരിക്കും. ഞാൻ എല്ലാ ദിവസവും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും കാത്തിരിക്കുന്നു. നീ തിരിച്ചുവരുമോ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നീ തിരിച്ചുവരുമ്പോൾ ഞാൻ നിന്നെ സ്വീകരിക്കും. ഞാൻ നിന്നെ ക്ഷമിക്കും. ഞാൻ നിന്നെ പുതുക്കും. ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കും. നിന്റെ സമാധാനം തിരികെ നൽകും. നിന്റെ സന്തോഷം തിരികെ നൽകും. നിന്റെ ശക്തി തിരികെ നൽകും. നിന്റെ ഭാവി തിരികെ നൽകും. ഇനി ഒരു ചുവടെടുക്കൂ. എഴുന്നേറ്റ് എൻ്റെ അടുക്കൽ വരൂ. ഞാൻ ബാക്കിയെല്ലാം ചെയ്യും. ഇതെൻ്റെ വാഗ്ദാനമാണ്. ഇതെൻ്റെ സ്നേഹമാണ്. ഇതെൻ്റെ കൃപയാണ്. തിരിച്ചുവരൂ എൻ്റെ കുഞ്ഞേ, നിന്നെ കാത്തിരിക്കുന്ന നിന്റെ പിതാവ്. യിരെമ്യാവ് 3:22. വിശ്വാസത്യാഗികളായ മക്കളെ, മടങ്ങിവരുവിൻ. ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗങ്ങളെ സൗഖ്യമാക്കും. തിരിച്ചുവരവിൻ്റെ പ്രാർത്ഥന. നിങ്ങളുടെ കൈകൾ ഹൃദയത്തിൽ വച്ച് എന്നോടൊപ്പം പ്രാർത്ഥിക്കൂ. സ്വർഗപിതാവേ, ഇന്ന് ഞാൻ നിന്റെ അടുക്കൽ തിരിച്ചുവരുന്നു. ഞാൻ പാപം ചെയ്തു എന്ന് ഏറ്റുപറയുന്നു. ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എന്ന് ഏറ്റുപറയുന്നു. ഞാൻ സ്വന്തം വഴിയിൽ നടന്നു എന്ന് ഏറ്റുപറയുന്നു. എന്നാൽ ഇന്ന് ഞാൻ തിരിച്ചുവരുന്നു. എന്നെ ക്ഷമിക്കണമേ. എൻ്റെ എല്ലാ പാപങ്ങളും മായ്ച്ചു കളയണമേ. എന്നെ വീണ്ടും നിന്റെ മകനായി സ്വീകരിക്കണമേ. ഇന്നു മുതൽ ഞാൻ പാപം ഉപേക്ഷിക്കുന്നു. ഞാൻ പഴയ ജീവിതം വിടുന്നു. ഞാൻ പുതിയ ജീവിതം ആരംഭിക്കുന്നു. ഞാൻ നിന്നോടൊപ്പം നടക്കും. ഞാൻ നിന്റെ വചനം വായിക്കും. ഞാൻ നിന്നെ സേവിക്കും. പഴയവ കടന്നുപോയി. ഞാൻ പുതിയ സൃഷ്ടിയാണ്. ഞാൻ ദൈവകുഞ്ഞാണ്. നന്ദി പിതാവേ, എന്നെ തിരികെ സ്വീകരിച്ചതിന്. യേശുക്രിസ്തുവിൻ്റെ കരുണാമയമായ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗങ്ങളെ സൗഖ്യമാക്കും. അവസാന പ്രാർത്ഥനയും അനുഗ്രഹവും. സ്നേഹമയനായ പിതാവേ, ക്ഷമാശീലനായ ദൈവമേ, ഇന്നത്തെ ഈ സന്ദേശം കേട്ട എല്ലാവരെയും അങ്ങ് തിരികെ സ്വീകരിക്കണമേ. അകന്നുപോയവർക്ക് അവരെ തിരികെ വിളിക്കണമേ. അവരുടെ ഹൃദയം മാറ്റണമേ. അവർ തിരിച്ചുവരാൻ കൃപ നൽകണമേ. പാപത്തിൽ ജീവിക്കുന്നവർക്ക് അവർക്ക് കുറ്റബോധം നൽകണമേ. അവർ പാപം ഉപേക്ഷിക്കാൻ ശക്തി നൽകണമേ. അവരെ സ്വതന്ത്രരാക്കണമേ. യോഗ്യനല്ലെന്ന് തോന്നുന്നവർക്ക് അവർക്ക് അങ്ങയുടെ കൃപ മനസ്സിലാക്കാൻ കഴിയട്ടെ. അവർ അങ്ങയുടെ സ്നേഹം അനുഭവിക്കട്ടെ. അവർ അങ്ങയുടെ ക്ഷമ സ്വീകരിക്കട്ടെ. ഇന്നു മുതൽ എല്ലാവരും തിരിച്ചുവരട്ടെ. അങ്ങവരെ സ്വീകരിക്കട്ടെ. അങ്ങവരെ ക്ഷമിക്കട്ടെ. അങ്ങവരെ പുതുക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ കരുണാമയമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അവസാന അനുഗ്രഹവാക്യങ്ങൾ. യേശയ്യാവ് 30:18. അതുകൊണ്ട് കർത്താവ് നിങ്ങളോട് കൃപ ചെയ്യുവാൻ കാത്തിരിക്കുന്നു. യിരെമ്യാവ് 3:22. വിശ്വാസത്യാഗികളായ മക്കളെ, മടങ്ങിവരുവിൻ. ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗങ്ങളെ സൗഖ്യമാക്കും. 1 യോഹന്നാൻ 1:9. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിപ്പാനും സകല അനീതിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിപ്പാനും വിശ്വസ്തനും നീതിമാനുമാകുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഓർക്കൂ, ദൈവം കാത്തിരിക്കുന്നു. നിങ്ങൾ എത്ര ദൂരം പോയാലും എത്ര പാപം ചെയ്താലും തിരിച്ചുവരാൻ ഒരിക്കലും വൈകിയിട്ടില്ല. ഇന്ന് തീരുമാനിക്കുക. ഇന്ന് തിരിച്ചുവരിക. ദൈവം കാത്തിരിക്കുന്നു. തിരിച്ചുവരൂ, ദൈവം കാത്തിരിക്കുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരനുഗ്രഹത്തോടെ. തിരിച്ചുവരാൻ ഒരിക്കലും വൈകിയിട്ടില്ല.